ഗൈസ്, മാസ്റ്റർ പീസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മുന്നിൽ ഇതാ ഇന്ന് 3 ക്യാമറകളാണുള്ളത്. നമ്മളിന്ന് വാട്സ് ഇൻസൈഡ് പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഇത് അവിടെ ഹീറോ 7 ഉണ്ട്, ഗോപ്രോയുടെ ഹീറോ 7 ഉണ്ട്. അതുപോലെ തന്നെ ഗോപ്രോയുടെ ഹീറോ 9 ഉണ്ട്, ഗോപ്രോ ഹീറോ 10 ഉണ്ട് കേട്ടോ. ഈ ഒരു 3 ക്യാമറയും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ മൊയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാം സീരീസ് ആയിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്രയുടെ മുന്നാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗോപ്രോയുടെ ഉള്ളിൽ എന്താണ്, ഗോപ്രോ ക്യാമറയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ മൊയ എടുത്തിട്ടല്ല കട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് ഇത് അയച്ചു നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടും പുതിയ ക്യാമറയാണ്, ഇത് രണ്ടും വർക്കിംഗ് ആണ് കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ശരിക്കും ഡെഡായ ക്യാമറയാണ്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഗോപ്രോ ക്യാമറയാണ്, ഹീറോ 7 കേട്ടോ. ബ്ലാക്ക് 7 ബ്ലാക്ക് ക്യാമറയാണ്. ഏകദേശം 30,000-40,000 രൂപയ്ക്ക് വില ഉണ്ട്. പക്ഷേ ഇത് സർവീസ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പലയിടത്തും കൊണ്ടുപോയി എടുത്ത് നോക്കി, പുറത്തുള്ള സർവീസ് ഇല്ല, ഗോപ്രോക്കുള്ള സർവീസും ഇവിടെ കാണാനില്ല. എന്തായാലും നമ്മളിത് കേടെടുത്താനൊന്നും പോകുന്നില്ല. സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, നമുക്ക് സർവീസ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എത്ര ക്യാമറ കിട്ടിയാലും തയ്യില്ല. കാരണം ചില എക്സ്പെരിമെൻറ്റിനൊക്കെ നമുക്ക് ക്യാമറ ഇഷ്ടം പോലെ വെക്കേണ്ടി കിട്ടും. അതുകൊണ്ടാണ് ഇതേപോലെ ക്യാമറകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടാനുള്ള കാരണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോപ്രോ വാട്സ് ഇൻസൈഡ് എന്താണ് ഇതിനുള്ളിൽ എന്നുള്ളത് നമുക്ക് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ 9ഉം 10ഉം നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം കേട്ടോ. 10ഉം 9ഉം എടുത്ത് വെച്ചതിന് ശേഷം 7 മാത്രം നമ്മൾ എടുത്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അയച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് അയച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് അയച്ചെടുക്കാനായിട്ട് ഇതാ ഞാനിവിടെ കുറേ ടൂൾസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇവിടെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെ ബാറ്ററിക്ക് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുറച്ചൊരു 2 വർഷത്തോളം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്യാമറ. എന്തായാലും ഇത് ഒഴിവാക്കി. പിന്നെ അതുപോലെ തന്നെ മെമ്മറി കാർഡില്ല, ഓക്കെ, മെമ്മറി കാർഡൊന്നുമില്ല, ഒഴിവാക്കാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ചാർജിങ്ങും സിസ്റ്റമൊക്കെ ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ, ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇത് വെട്ടിമുറിക്കൊന്നല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെൻസിൻ്റെ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം തുറന്നു കൊടുക്കാം. ഓക്കെ അങ്ങനെയാണ്, ഓക്കെ. ജസ്റ്റ് ഒന്ന് വലിച്ചപ്പോഴേക്കും കിട്ടിയിട്ടോ. സംബന്ധിച്ചാൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഭാഗം വേണ്ടത് ഇതിലുണ്ടോ, ഇത് ഉപ്പാണ് ഗൈസ്. ഇത് നമ്മൾ കഴിഞ്ഞ ദുബായി പോയ സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ടിരുന്നു. അതിന് ശേഷമാണ് ഇത് കംപ്ലൈൻ്റ് ആയത് കേട്ടോ. ശരിക്കും വെള്ളം കയറിയതാണോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത അയച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം, ഈ ഒരു ഭാഗമാണ് അയച്ചെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗം അയച്ചെടുക്കാനായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹോള് കാണാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു ഹോള് കാണാം. ഈ 2 ഹോളിലും നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മുടന്തി കൊടുക്കട്ടോ. ജസ്റ്റ് വളരെ നൈസായിട്ട്, കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. റബ്ബർ ആണോ ഇത് രണ്ടും ഇവിടെ കിട്ടി. ഇനി അതേപോലെ ഈ ഒരു ഭാഗത്തും കിട്ടാനുണ്ട്. ഉള്ളിൽ ബോർഡൊക്കെ ഉണ്ട്, അതിനൊന്നും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നഖം ഉപയോഗിച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ ലോക്കൊക്കെ നല്ല പതുക്കെ അയച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ ആയിട്ടുണ്ട്. നമ്മുടെ ക്യാമറയുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ പൗഡർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഉപ്പ് സെറ്റായതാണോ സംശയമുണ്ട്, വെള്ളം കയറിയിട്ട്. എന്തായാലും ഇതാ ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഉണ്ടോ. നമ്മൾ ഈ ഒരു കേസാണ് ഇപ്പോൾ അയച്ചെടുത്തിട്ട്, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്ക്രൂ ഉണ്ട്. ഇവിടെ 1 2 3 4 5 6 സ്ക്രൂകളുണ്ട്. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, അയച്ചെടുക്കാം. ഇനി അതിനുശേഷം നമ്മളിതാ ഇത് പതുക്കെ എടുത്തു നോക്കാം കേട്ടോ. ഓക്കെ, പതുക്കെ എടുത്തു നോക്കാം. ഓക്കെ, നമ്മളിതാ
പതുക്കെ അത് എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഗോപ്രോയുടെ ഉള്ളാണ് നമ്മളിപ്പോൾ കാണുന്നത്. യെസ്, ഉണ്ടോ? എങ്ങനെയുണ്ട്? അപ്പോൾ കറക്റ്റായിട്ട് ഇതൊരു ബാറ്ററി സോക്കറ്റ് കേട്ടോ. ഈ ഒരു കാണുന്നത് നമ്മൾ ഇവിടെ നിന്നും കഴിച്ചിട്ട് വരുന്ന ബാറ്ററി ഇടാൻ പോകുന്ന ബാറ്ററി ഇട്ടേക്കാൻ പറ്റിയ ഒരു സോക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന വയറാണിത്. ഈ കാണുന്ന വയർ കേട്ടോ. ഈ ഒരു റെഡ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, ഈ ഒരു 4 വയറും അതിൻ്റെ ഉള്ളത് ബാറ്ററിയിൽ നിന്നും ബോർഡിലേക്ക് പോകുന്ന കണക്ഷനാണ്. ഇത് നമുക്ക് ഊരിയെടുക്കാം. ഇതുണ്ടോ, ഇവിടെ ഒരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്, അതിലേക്ക് പോകുന്ന വയർ, കേബിള്, അതേപോലെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ പാടെ ഈ ഒരു ബോർഡിലുള്ളത്. ഇവിടെ ക്യാമറ, ലെൻസ്, ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വളരെ ചെറുതായിട്ട് നൈസായിട്ട് ലൈസീസ്, ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാൻ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഒരു ഭാഗത്തൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തും ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഡിസ്പ്ലേയിലേക്കുള്ള വയറും കേബിളും കാര്യങ്ങളൊക്കെയാണ് ഈ പോകുന്നത് കേട്ടോ. ഇത് ബോർഡിൽ നിന്നും ഇവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു സംഭവങ്ങൾ. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടല്ല, ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അപാര വർക്കിംഗ് കേട്ടോ. ഈ ഒരു ഗോപ്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടാലും നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാ 4K റെക്കോർഡ് ചെയ്യാം. എല്ലാ സിസ്റ്റവും ഇല്ല. ഗോപ്രോനെ കുറിച്ച് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതാണ് ഗോപ്രോ ക്യാമറയുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ. ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ വർക്കിംഗ് ആയി കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്നൊക്കെ അങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതേപോലെ കുടുക്കി കൊടുത്തു. നാല് സ്ക്രൂ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് കുടുക്കി കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓണാക്കി നോക്കാം. ചിലപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ഇല്ല, ഡെഡ് കണ്ടീഷനിൽ തന്നെ ആയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഗോപ്രോയുടെ ഹീറോ 7ൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിനുള്ളിലുള്ള സംഭവങ്ങളാണല്ലോ അല്ലേ വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്താണ് സംഭവം നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ആരപ്പതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇത് കാണണമെങ്കിൽ കുറച്ച് റിസ്ക് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇതേപോലുള്ള പ്രോഗ്രാം നടത്താനുള്ള കാരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള കൗതുകമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ കാണാം. മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ.